കണ്ണൂർ കണ്ണപുരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച സ്ഫോടനം നടന്ന് 2 പകലുകൾ പിന്നിട്ടിരിക്കുന്നു. നാടൊന്നാകെ നടുങ്ങിയ സ്ഫോടന കേസ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്. പോലീസ് കസ്റ്റഡിയിലുള്ള അനൂപ് മാലിക് തുടർച്ചയായി സ്ഫോടന കേസുകളിൽ പ്രതിയായ സാഹചര്യത്തിലാണ് ഈ നീക്കം. കണ്ണപുരം സ്ഫോടന കേസിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഫെലിക്സ് വിശദീകരിക്കും. ജനവാസ മേഖലയിലെ ഒരു വീട്ടിൽ എന്തിനാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത്? അനൂപ് മാലിക്കിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതലൊന്നും തുറന്നു പറയാൻ പ്രതി അനൂപ് മാലിക് തയ്യാറായില്ല. അനൂപ് മാലിക്കിന്റെ ബന്ധുവാണ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്, അയാൾക്ക് മാത്രമാണ് ഇതിൽ പങ്ക് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ പ്രതി ചെയ്തിട്ടുള്ളത്. കണ്ണൂർ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ ഈ അനൂപിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് അവിടെ കൊണ്ടെത്തിച്ചത്? പ്രത്യേകിച്ചും ഇതൊരു ഉത്സവ സീസൺ അല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ച ആൾ അവിടെ കിടന്നുറങ്ങുകയാണ് ഉണ്ടായത്. കിടന്നുറങ്ങിയ സമയത്ത് അവിടെ സ്ഫോടനം നടക്കണമെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിരിക്കാം എന്ന് പോലീസ് സംശയിക്കുന്നു. അത് സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനകളും നടക്കുന്നുണ്ട്. ശാസ്ത്രീയമായ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്താണ് സ്ഫോടനത്തിന് കാരണം എന്നത് സംബന്ധിച്ചുള്ള വിവരവും ലഭ്യമാവുകയുള്ളൂ. ഏതായാലും സ്ഫോടനം നടന്ന സമയത്ത് ആ വീട്ടിൽ നിന്നും ഏതാണ്ട് 400 മീറ്റർ അകലെ വരെയും അതിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു. സമീപത്തുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. നേരത്തെയും സമാനമായ കേസുകളിൽ പ്രതിയാണ് ഈ അനൂപ് മാലിക്. 7 കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. പക്ഷേ ആ കേസുകളിലൊക്കെ ജാമ്യം തേടിയും മുൻകൂർ ജാമ്യം ലഭിച്ചുമൊക്കെയാണ് ഇയാൾ പുറത്തേക്ക് എത്തിയത്. പിന്നീടും സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ മറ്റാർക്കെങ്കിലും വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന സംശയം കൂടി പോലീസിനുണ്ട്. രാഷ്ട്രീയമായി ഉന്നയിച്ച ആരോപണങ്ങൾ അതിൽ കഴമ്പില്ല എന്നതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ വിശദമായ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷം തെളിവെടുപ്പടക്കമുള്ള നടപടിയിലേക്കും പോലീസ് കടക്കും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത് അവിടെ ഈ പടക്കത്തിന് വേണ്ടി വെച്ച സ്ഫോടക വസ്തുക്കളാണ് എന്നതാണ്. പക്ഷെ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ചുള്ളതിന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ ഈ ഇത്രയധികം സാധനങ്ങൾ ഇയാൾ എങ്ങനെ അവിടെ എത്തിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ പറയുന്ന പള്ളിക്കുന്ന് ഇതിനു മുൻപ് സമാനമായ രീതിയിൽ സ്ഫോടനം നടന്നിരുന്നു. അന്ന് 80 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. അതിനുശേഷം ഇയാളെ കേന്ദ്രീകരിച്ച് ഒരു കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല. മാത്രമല്ല സമാനമായ കുറ്റകൃത്യം വീണ്ടും പ്രതി ആവർത്തിക്കുമ്പോൾ അത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല തുടങ്ങിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച കൃത്യമായ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.